ഇപ്പോൾ എല്ലാവരും റെഡിമെയ്ഡ് കോഴിക്കോടിൻ്റെ പുറകെയാണ്. കോഴിക്കോട് റെഡിമെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം കിട്ടും, എത്ര ലാസ്റ്റിങ് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് അനുഭവമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. റെഡിമെയ്ഡ് കോഴിക്കോടിൻ്റെ മിനിമം റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15,000 രൂപയൊക്കെ ആവും. ഒരു മിനിമം അത്യാവശ്യം ഒരു 10-15 കോഴീനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കുമ്പോഴുള്ള പൈസയാണ് 15,000 രൂപ. ആ 15,000 രൂപയ്ക്ക് കോഴിക്കോട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും തന്നെ തുരുമ്പെടുത്ത് നശിക്കാനുള്ള അവസ്ഥയിലെത്തും, നശിച്ച ഒരവസ്ഥയിലെത്തും. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ അത്യാവശ്യം പെയിൻ്റൊക്കെ അടിച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ കാലം കിട്ടും. പക്ഷേ അങ്ങനെയൊന്നും പെയിൻ്റ് അടിക്കലൊന്നും ആരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ വീണ്ടും അന്നേരം കോഴി വളർത്തൽ നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഉപേക്ഷിക്കും, കോഴി വളർത്തൽ നിർത്തും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആണ് ഇന്നത്തെ വീഡിയോ. ഇത് വീടുകളിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. നിലത്ത് തറ അത്യാവശ്യം വൃത്തിയാക്കുക, എന്നിട്ട് കല്ല് തൊട്ട് ഒരു ലൈൻ കല്ല് കെട്ടുക. അപ്പം എന്നിട്ട് മണ്ണിട്ട് ഫില്ലാക്കിയിട്ട് അറക്കപ്പൊടി ഇട്ടാൽ മതി നിലം ഭാഗത്ത്. എന്നിട്ട് സൈഡിൽ നെറ്റ് കൊണ്ട് മറയ്ക്കുക. നെറ്റ് കൊണ്ട് മറയ്ക്കുന്നത് ഇത് പക്ഷേ വെൽഡിങ് കൊണ്ട് ചെയ്തതാണ്. പക്ഷേ നെറ്റ് കൊണ്ട് മറയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കനം കുറഞ്ഞ നെറ്റ് ഉണ്ടെങ്കിൽ നൂൽക്കമ്പിക്കൊക്കെ കെട്ടിയാൽ മതി. പൈപ്പിൻ്റെ ഇതുപോലെ ഫ്രെയിമാക്കിയിട്ട്, പൈപ്പിൻ്റെ ഫ്രെയിമോ അല്ല നോർമൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം നൂൽക്കമ്പിക്ക് കെട്ടിക്കഴിഞ്ഞാലും അങ്ങനെ പോകുന്നില്ല. അപ്പം ഈ പോകാനുള്ള മെയിൻ കാരണം അടിവശത്തുമാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കോഴിക്കൂടിൻ്റെയൊക്കെ തുരുമ്പെടുക്കുക. അപ്പോൾ അങ്ങനെ തുരുമ്പെടുത്ത് നശിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കോഴിയുടെ കാഷ്ടങ്ങളൊന്നും അങ്ങനെ വരില്ലല്ലോ. അപ്പം തന്നെ ഇതിന് ലാസ്റ്റിങ് കിട്ടും, ലൈഫ് കൂടും, ചിലവ് കുറയും. ചിലവ് ഈ പറഞ്ഞ ചിലവിലൊക്കെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ടോപ്പ് വശത്ത് നമുക്ക് നെറ്റ് അടിക്കുക വെച്ചിട്ട് ടാർപ്പ ഇടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഷീറ്റോ ആസ്പെറ്റോസൊക്കെ ഷീറ്റോ അല്ല നോർമൽ ഷീറ്റോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് എപ്പോഴും ലാസ്റ്റിങ് കിട്ടും. അതുകൊണ്ടല്ലേ ഇത് ഒരു കോഴിക്കോട് ചെയ്തതാണ്. അപ്പം ഒരു പഴയ വിറക് വരേനെ നമ്മൾ റിപ്പയറാക്കി റെഡിയായിട്ട് എടുത്തതാണ്. അത് കഴിഞ്ഞപ്പോൾ അവർക്കത് പരിമിതി കാരണം അതിൻ്റെ പുറത്തോട്ടും കൂടി ആഡ് ചെയ്തു. അപ്പം അതിനെ വിജയപ്രദമായത് കൊണ്ടാണല്ലോ അവർ ആഡ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വേണം കോഴിക്കോട് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റിങ് എപ്പോഴും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തമായിട്ടാണേലും പൈപ്പിൻ്റെ ഫ്രെയിം ചെയ്യിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തെ വെൽഡിങ്ങാരുടെ പണിക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കേസേ ഉള്ളൂ. അപ്പോൾ വലിയ ചിലവുകളോ കാര്യങ്ങളൊന്നും വരില്ല. കോഴി വളർത്തൽ വലിയ ബഡ്ജറ്റായിട്ട് മാറുകയുമില്ല. ഇത് കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിമെയ്ഡിന് എണ്ണം കുറവേ വളർത്താൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ അത്യാവശ്യം വലിപ്പമാക്കി കഴിഞ്ഞാൽ 4 സൈഡിൽ ഫ്രെയിം അല്ലേ ഉള്ളൂ, അതിന് വലിയ ചിലവൊന്നും വരില്ല. അപ്പം അത്യാവശ്യം നമുക്ക് ഏരിയ കിട്ടും, കയറി ക്ലീനാക്കാൻ പറ്റും, നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ പൈപ്പൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാലല്ലേ വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ്, അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക്. ഇത് കോഴിക്കോടൊക്കെ നഷ്ടമാണെന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ഒക്കെ ചെയ്തിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. റെഡിമെയ്ഡ് വാങ്ങിയിട്ട് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയവരും അതുപോലെ ഉപയോഗിച്ചിട്ട് വിജയം കിട്ടിയവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കോഴിക്കോടൊക്കെ കോഴി വളർത്തലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതൊക്കെ എപ്പോഴും ലാഭകരമാക്കാൻ അതിനനുസരിച്ചുള്ള ഇത് നോക്കി ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ കൂടുതൽ റൂഫിങ്ങിൻ്റെ വീഡിയോയോ അങ്ങനെയുള്ള വീഡിയോകളൊക്കെയാണ് ചെയ്യൽ. പക്ഷേ ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് അറിവിലേക്ക് വേണ്ടിയിട്ട്, കാരണം നമുക്ക് പൈസ കിട്ടുക എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ നിങ്ങളെ ഒരു ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഡോറും കൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ കോഴി വളർത്തൽ ചെയ്യുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതുപോലെ ചെയ്തിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ റെഡിമെയ്ഡ് വാങ്ങിപ്പെട്ടവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ മറ്റ് വീഡിയോകളും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനിയും ഇതുപോലെയുള്ള വീഡിയോ കാണാൻ വേണ്ടി നമ്മളെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ താങ്ക് യു.